സ്ഥാനം ലഭിക്കുന്നതിനിടയായി. ഇത് നമ്മുടെ അനുഭവമല്ലേ? ഇതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമാണോ? ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങൾ LDF അല്ലായിരുന്നുവെങ്കിൽ നടക്കുമായിരുന്നോ? UDF ആണ് 2016 അധികാരത്തിൽ വന്നെങ്കിൽ നടക്കുമോ ഇതൊക്കെ? 2021 UDF അധികാരത്തിൽ വന്നിരുന്നുവെങ്കിൽ ഈ നിലയുണ്ടാകുമോ? അവരവരുടേതായ രീതിയല്ലേ കാണിക്കുക. നമ്മുടെ സ്ഥാനാർത്ഥി വരുന്നുണ്ട് തോന്നുന്നു. അദ്ദേഹം എത്തിക്കഴിഞ്ഞതിന് ശേഷം സംസാരിക്കുക, അതാണ് നല്ലത്. അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ രണ്ട് ഘട്ടത്തിലും LDF അധികാരത്തിൽ വന്നു. 2016 അധികാരത്തിൽ വന്ന സർക്കാരിന് 2021 തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചു. അതിൻ്റെ ഭാഗമായി നടപടികളെല്ലാം തുറന്നു വന്നപ്പോൾ ഇന്ന് കാണുന്ന അസാധ്യം എന്ന് നമ്മൾ ഒരു കാലത്ത് കരുതിയിരുന്ന പലതും സാധ്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ്. ആ പട്ടിക വളരെ ദീർഘമായതാണ്. അത് മുഴുവൻ അവതരിപ്പിക്കാൻ ഞാൻ ഈ ഘട്ടം ഉപയോഗിക്കുന്നില്ല. ഉപയോഗിച്ചാൽ അതിന് എത്രയോ സമയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു അസാധ്യമായ കാര്യമാണ്. ഏതായാലും ഇതെല്ലാം അനുഭവത്തിലുള്ള നാട്ടുകാരെയും വോട്ടർമാരെയും ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. ഇവിടെ ആരോഗ്യരംഗം ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു രംഗമാണ് കേരളത്തിലെ ആരോഗ്യരംഗം. പക്ഷേ 2016 ഇല്ലായ്മ മാത്രമായിരുന്നു. അതാണ് പിന്നീട് മാറ്റം വന്നത്. വലിയ തോതിൽ മാറ്റം കുറിക്കാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന ആരോഗ്യരംഗമായി കേരളത്തിൻ്റെ ആരോഗ്യരംഗം മാറി. ലോകം ശ്രദ്ധിക്കത്തക്ക രീതിയിൽ നമ്മുടെ ആരോഗ്യരംഗം ചില ഘട്ടത്തിൽ ഉയർന്നു നിന്നു. അത് കോവിഡ് മഹാമാരി ലോകത്തെ വികസിത രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തിച്ചപ്പോൾ ആ കോവിഡ് മഹാമാരിയുടെ മുന്നിൽ കേരളത്തിന് മുട്ടുമടക്കേണ്ടി വന്നില്ല. അതിന് കാരണം ആർദ്രം മിഷനിലൂടെ നാം നടപ്പാക്കിയ പരിപാടികളായിരുന്നു. എല്ലാ ആശുപത്രികളുടെയും സൗകര്യങ്ങൾ വർദ്ധിച്ചു. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി. താലൂക്ക് ആശുപത്രി മുതൽ വിവിധ സൗകര്യങ്ങൾ, മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ. മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി പ്രത്യേക മാസ്റ്റർ പ്ലാൻ. ഇതെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്, കോവിഡിന് വേണ്ടി ചെയ്തതല്ല. അതിനിടക്കാണ് കോവിഡ് വന്നത്. അപ്പോൾ മറ്റു പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അതിനെ ശരിയായി നേരിടാൻ നമുക്ക് കഴിഞ്ഞു. ലോകം ആശ്ചര്യത്തോടെ കേരളത്തെ നോക്കി. എങ്ങനെയാണ് ഈ നാടിന് ഇതെല്ലാം സാധ്യമായത്? അവിടെയും നാം ചിന്തിക്കേണ്ടത് LDF ആയിരുന്നില്ല എങ്കിൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാകുമായിരുന്നോ എന്നാണ്. ഇവിടെ ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് നാം കടന്നിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ
വലിയ തോതിലാണ് നാം നിർവഹിച്ചു പോരുന്നത്. ക്ഷേമപ്രവർത്തനങ്ങളുടെ അവസ്ഥയെടുത്താൽ കേരളത്തിൽ എല്ലാ കാലത്തും ക്ഷേമപ്രവർത്തനങ്ങളോട് വിപ്രതിപത്തി കാണിച്ച ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. നേരത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ തുടങ്ങുന്ന കാലത്ത് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ചെറിയ സംഖ്യയാണല്ലോ, 45 രൂപ കൊടുത്തു തുടങ്ങിയത്. അന്നതിനെ കോൺഗ്രസ് എതിർത്തു. പിന്നെ 5 വർഷക്കാലം കോൺഗ്രസിൻ്റെ സർക്കാരായിരുന്നു അധികാരത്തിൽ. അതിനോട് വലിയ വിപ്രതിപത്തി കാണിക്കുന്ന നിലയാണ് ആ സർക്കാർ സ്വീകരിച്ചത്. പിന്നീട് LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അവിടുന്ന് അത് 60 രൂപയാണെന്നാണ് ഓർമ്മ, 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോഴും അതിനെ ശക്തമായി കോൺഗ്രസ് എതിർക്കുന്നുണ്ടായിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് UDF ഗവൺമെൻറ് വർഷങ്ങൾ ഈ പെൻഷൻ കുടിശ്ശികയാക്കി നിർത്തുന്ന നില സ്വീകരിച്ചു. ഇതെല്ലാം ഈ പെൻഷൻ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന നിലയാണ് എല്ലാ ഘട്ടത്തിലും എടുത്തിരുന്നത്. അതിനൊരു മാറ്റം വന്നത് കടലാസിലാണെങ്കിലും 2016 അവസാനിക്കുന്ന ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിലുള്ള UDF ഗവൺമെൻറ് അതിനകത്ത് 100 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അതേവരെയുള്ള എല്ലാ വർധനവും 45 നിന്ന് 60, 60 നിന്ന് 90, 90 നിന്ന് പിന്നീടുള്ള വർധനവ്, പിന്നെ 500 ആക്കൽ, അതെല്ലാം നിരവധി ഘട്ടങ്ങളിൽ വന്ന LDF സർക്കാരുകൾ ചെയ്ത കാര്യമാണ്. ആ ഘട്ടത്തിലെല്ലാം അതിനെ എതിർക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ 2011 മുതൽ 16 വരെയുള്ള കാലത്ത് 100 രൂപ വർദ്ധിപ്പിക്കുന്ന നിലപാട് അവരെടുത്തു. പക്ഷെ കാശ് കൊടുത്തില്ല കേട്ടോ. 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. തീരുമാനം പറഞ്ഞു, കാശ് കൊടുത്തില്ല. 18 മാസം കുടിശ്ശിക. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ആദ്യം മന്ത്രിസഭാ യോഗം ചേരുകയാണ്. അപ്പോൾ എന്താണ് സാമൂഹ്യക്ഷേമ പെൻഷൻ്റെ സ്ഥിതി എന്ന് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ചപ്പോൾ കണ്ടത് 600 രൂപ 18 മാസം കുടിശ്ശിക. ആദ്യ തീരുമാനം അത് കൊടുത്തു തീർക്കലായിരുന്നു. അത് മുഴുവൻ കൊടുത്തു തീർത്തു. പിന്നെ 600-ൽ നിന്ന് വർധനവ് തുടങ്ങി. 1600 വരെ വർദ്ധിച്ച് അവിടെ നിന്നു. അപ്പോൾ LDF സർക്കാർ ഓരോ ഘട്ടത്തിലും സർക്കാരിൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ടവരെ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതിനെയാണ് അതൊരു കൈക്കൂലിയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃനിരയിലുള്ള നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചുങ്കത്തറയിൽ LDF കൺവെൻഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുകയായിരുന്നു. അവിടെ ഉയർന്നു വന്ന ഓരോ വിവാദങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുകയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയിൽ തുടങ്ങി ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പെൻഷനിൽ വരെ എത്തി നിൽക്കുന്ന മറുപടികളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്.